ഓ നമോ നാരായണായ. ഭാരതത്തിൻ്റെ സംസ്കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക സംഗമങ്ങളാണ് കുംഭമേളകൾ, മാഘമേളകൾ, പുഷ്കരമേളകൾ. ഇപ്പോൾ പ്രയാഗ്രാജിൽ വലിയ മാഘമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭാരതത്തിൽ മറ്റൊരു സ്ഥലത്ത് അതേ പ്രാധാന്യത്തോടെ മാഘമഹോത്സവം വന്നിരുന്ന സ്ഥലമാണ് തിരുനാവായ എന്ന് പറയുന്ന ദിവ്യദേശം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കുംഭമേളകൾ അല്ലെങ്കിൽ മാഘമേളകൾ എന്നൊക്കെ പറയുന്നത് ഭാരതത്തിലെ മുഴുവൻ സംസ്കൃതിയിലെയും എല്ലാ പരമ്പരകളും ഒന്നു ചേരുന്ന ഒരേപോലെ ഒഴുകിയെത്തുന്ന കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ കുംഭമേളകളിൽ അല്ലെങ്കിൽ പ്രയാഗ്രാജിലൊക്കെ വരുമ്പോൾ മുഴുവൻ പരമ്പരയെയും മുഴുവൻ സംസ്കൃതിയെയും നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ മാഘമഹോത്സവമൊക്കെ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാൾ സംഘടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കുറേ പേരെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതോ അങ്ങനെയൊന്നുമല്ല. ഓരോ പരമ്പരകളും അവരവരുടെ ആ പരമ്പരയുടെ നിയമങ്ങൾക്കനുസരിച്ച് വന്ന് ഈ ഹിന്ദു സംസ്കൃതിയുടെ സനാതന ധർമ്മ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളും, അത് സാമുദായിക ഭേദമില്ലാതെ, പരമ്പരകളുടെ ഭേദമില്ലാതെ, സമ്പ്രദായങ്ങളുടെ ഭേദമില്ലാതെ എല്ലാവരും അവരവരുടേതായ രീതിയിൽ എത്തിച്ചേർന്ന് മാഘം ചെയ്ത് കുംഭം ചെയ്ത് പോകുന്ന സംസ്കൃതി. ആ സംസ്കൃതി ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ ആരും ക്ഷണിക്കാതെ, അതിനെ ക്ഷണിക്കാനാരുമില്ല, നടത്താനാരുമില്ല. അങ്ങനെയാണ് ഈ മേളകളെല്ലാം നടക്കുന്നത്. അപ്പം അങ്ങനെ നടന്നു വന്നിരുന്നൊരു വലിയ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആ സ്ഥലത്ത് ഒരു 270 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ അത് നിലച്ചു പോയി. ഒരു ശ്രമം ഇവിടുത്തെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പല ശ്രമങ്ങൾ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. 2016 തൊട്ട് ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള കുറേ പേരുടെ ഉത്സാഹത്തിൽ, അമ്മയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു നദി നിള ആരതി, സന്യാസി സംഗമം, അങ്ങനെ വിശേഷാൽ പൂജകൾ ഒക്കെ ആയിട്ട് നടന്നു വരുന്നുണ്ട്. അതിനെ ഈ ഭാരതത്തിലുള്ള മാഘമേളയുടെ മാഘമഹോത്സവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിട്ടകളിലേക്ക് ഒന്ന് ക്രമീകരിക്കുകയാണ് ഈ വർഷം ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും ചേർന്ന് നടത്തുന്ന, ആരും ക്ഷണിക്കാതെ എല്ലാവരും എത്തിച്ചേരുന്ന, എല്ലാ ആളുകളും ഒരേപോലെ, സാമുദായ ഭേദമില്ലാതെ, സമ്പ്രദായ ഭേദമില്ലാതെ, പരമ്പരാഭേദമില്ലാതെ എല്ലാവരും ഇത് ഞങ്ങളുടെ മേളയാണ്, ഞങ്ങളുടെ മഹോത്സവമാണ്, ഞങ്ങൾ നടത്തുന്ന മഹോത്സവമാണ് എന്ന് ചേർന്ന് വന്ന് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു യാദൃശ്ചികമായിട്ട് തന്നെ ഇത്തവണത്തെ പ്രയാഗ്രാജ് കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് വന്നിരുന്ന പ്രധാനപ്പെട്ട ആചാര്യന്മാരെല്ലാവരും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമൃതാനന്ദമയി മഠം അവിടെ വലിയ രീതിയിലൊരു സേവാപ്രവർത്തനം, ഒരു ഹോസ്പിറ്റൽ തന്നെ അവിടെ നടത്തിയിരുന്നു. ബ്രഹ്മർഷി മോഹൻജി ഫൗണ്ടേഷൻ അവിടെ ഒരുപാട് പരിശ്രമങ്ങൾ ചേരുന്നു. ഇവിടെ നിള ആരതി, ഗംഗയിൽ നിന്നുള്ള ഗംഗാരതി പോലെ തന്നെയുള്ള ഗംഗാരതി ചെയ്യുകയാണ്. വേദഘോഷത്തോടു കൂടിയിട്ടുള്ള സ്നാനം ഗായത്രി ഗുരുകുലത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഗുരുവായൂരുള്ള സായി ആശ്രമമാണ്, അതിലെ മൗനിയോഗി ഹരിനാരായൺജിയാണ് മാഘമഹായജ്ഞത്തിൻ്റെ ഒരു യജമാനനായിട്ടിരിക്കുന്നത്. കാശ്മീര പരമ്പരയിൽ നിന്നുള്ള അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയാണ് ആ യജ്ഞ പദ്ധതികളെ മുഴുവൻ യോജിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും സവിശേഷമായൊരു കാര്യം, സമുദായ ഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ക്രമത്തിൽ പിതൃയാനവും ദേവയാനവും ഒരുപോലെ യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്രിയാപദ്ധതി ലോകത്തിൽ തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിലുമായി ബന്ധപ്പെട്ടുള്ള ആചാര്യന്മാരൊക്കെ പറയുന്നത്. അതിലെല്ലാ പാരമ്പര്യങ്ങളിലുള്ളവരും വന്ന് വരുന്നുണ്ട്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സമർപ്പണമാണ് ഇത് എന്നുള്ള ഭാവത്തിൽ ആ പൂജാദ്രവ്യങ്ങളടക്കം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യത്തിൽ ബന്ധപ്പെടുന്നത്. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു ഉത്സാഹത്തിൽ നടക്കുന്ന, ഭാരതത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഗമമാണിത്. അതിൻ്റെ പിതൃയാനം എന്നുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ കഴിഞ്ഞ് ദേവയാനത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇന്നിപ്പോൾ ധർമ്മധ്വജാരോഹണം ബഹുമാനപ്പെട്ട ഗവർണർ നിർവഹിക്കും. മാഘസ്നാനം വേദഘോഷത്തോടു കൂടി തുടങ്ങി വൈകിട്ട് നിള ആരതി ആരംഭിക്കും. അങ്ങനെ ഫെബ്രുവരി 3 വരെ മകം ആണ്. മാഘത്തിൻ്റെ മലയാളമാണ് മകം. പഴയ കാലത്ത് മകം നാളിലായിരുന്നു പൗർണമി വന്നിരുന്നത്. അങ്ങനെയാണ് ആ മകം നക്ഷത്രം പ്രാധാന്യത്തിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മകം വരുന്നത്. അപ്പം മകം നാളിൽ അമൃത സ്നാനവും അന്ന് മകം തൊഴൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകളുമായിട്ടാണ് ഈ തിരുനാവായ, ഇന്നിപ്പോൾ തിരുനാവായും തവനൂരും ഒക്കെയാണ്. പക്ഷേ പണ്ട് ഈ തിരുനാവായ ക്ഷേത്രം വരുമ്പോഴാണ് തിരുനാവായ എന്ന പേര് വന്നത്. പണ്ട് ഇതെല്ലാം ഒരു തപോഭൂമിയായിരുന്നു, താപസന്നൂർ എന്നുള്ള പേരിൽ. നദിയുടെ ഇരുകരകളിലും മധ്യത്തിലുള്ള രാജരാജേശ്വരിയുടെ സിംഹാസനത്തിലുമായിട്ടാണ് ഈ മഹാമഹോത്സവം ഇപ്പോൾ ആരംഭിക്കുന്നത്. വരും വർഷങ്ങളിൽ വീണ്ടും ആ ഭാരതത്തിൻ്റെ
ആ സംസ്കൃതിയുടെ മുഴുവൻ പ്രൗഢിയും ഏറ്റെടുത്തുകൊണ്ട് കുംഭമേളകളൊക്കെ നടക്കുന്നത് പോലെ ഭാരതത്തിലെ തന്നെ എല്ലാ പരമ്പരകളും സ്വമേധയാ ഒഴുകിയെത്തുന്ന ഒന്നായിട്ട് ഇത് വികസിച്ചു വരും എന്നാണ് സങ്കല്പിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. 2016 നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സങ്കല്പങ്ങൾ, അതായത് നമ്മുടെ പ്രകൃതിയെ ആരാധിക്കുക, പ്രകൃതിയെ പ്രണയിക്കുക, അതിൻ്റെ സംസ്കാരം വീണ്ടെടുക്കുക, ഒരു ധർമ്മത്തിൻ്റെ കാഹളമായിട്ട് ഈ ഒരു പ്രദേശത്തെ ഉണർത്തുക, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ തുടക്കം. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്യാസിമാർ ഈ തീരത്ത് വന്നിരുന്ന് കുടില് കെട്ടി ധ്യാനിക്കുന്നതും തപം ചെയ്യുന്നതും ജപം ചെയ്യുന്നതും മന്ത്രോച്ചാരണങ്ങളാൽ ഈ പ്രകൃതി മുഖരിതമാകുന്നതും ഇവിടുത്തെ ഓരോ മണ്ണും ഓരോ തീർത്ഥങ്ങളാക്കുന്നതും സന്യാസിമാരുടെ സാന്നിധ്യവും അവരുടെ തപശ്ചര്യയും എല്ലാമാണ്. അത് വീണ്ടെടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ചെറുതായിട്ട് 2016 തുടങ്ങിയത്. പക്ഷേ ഇത് ഇത്രത്തോളം അമ്മയുടെ സങ്കല്പം കൊണ്ട് ഇത് ഇനിയും വളരും എന്നെനിക്കൊരു ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും അമ്മയുടെ ദിവ്യമായ സങ്കല്പവും ഇതിൽ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്രയും വളർന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ഇനിയും ഈ ധർമ്മസംഗമം, സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷണം ആചാര്യന്മാരിലൂടെ, സന്യാസിമാരിൽ, സന്തിലൂടെ ഒക്കെ മുന്നോട്ട് പോകും. അങ്ങനെ ഇത് ലോകത്തിന് മുഴുവൻ ശ്രദ്ധയാർജിക്കുന്ന ഒരു കുംഭമേളയായിട്ട് ഭാവിയിൽ തീരും. ഇരുകരകളുടെ നേതൃത്വം എന്നുള്ള നിലയിലാണ് തിരുനാവായ സ്വാമിജിയാണെങ്കിൽ തവനൂർ ഞാൻ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇരുകരകളെയും സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, അതായത് ത്രിമൂർത്തി സ്നാനഘട്ടം എന്നാണ് പറയുന്നത്. തവനൂർ ബ്രഹ്മാവിൻ്റെ യാഗഭൂമി, മഹാദേവൻ്റെ തപോഭൂമി, ഇവിടെ മോക്ഷഭൂമി, ഇതെല്ലാം കൂടെ സംഗമിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം, ലോക കല്യാണത്തിനായിട്ട് നടത്തുന്ന ഒരു മഹാസംഭവം, സംഗമം, ധർമ്മത്തിൻ്റെ പുനഃപ്രതിഷ്ഠ, സംസ്കാരത്തിൻ്റെ പുനഃപ്രതിഷ്ഠ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അത് ഇനിയും വളരേണ്ടതാണ്. അതിന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യമായ സങ്കല്പം ഇതിൻ്റെ പിന്നിലുണ്ട്, ഒപ്പമുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ളത് കൊണ്ടും ഇനി ഭാവിയിൽ ഇത് വലിയ മേളകളായിട്ട്, കുംഭമേളകളായിട്ട് മാറുമെന്നുള്ളതിൽ വിശ്വസിക്കുന്നു.